അങ്ങനെ പുലിയായി പോയ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അവസാനം സായി കൃഷ്ണയായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നിപ്പം സ്നേഹ വീടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്കും സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ആളെ മറന്നേക്ക് എന്നുള്ള രീതിയിലാണ് സായി പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ഇത്രയും നാളും കാറിലിരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കഥകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പുള്ളി അഭിനയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ശരിക്കുള്ള സായി കൃഷ്ണ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോല ഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായത്. കാരണം ഒരു തൻ്റെ പട്ടിക്കുട്ടി മരിച്ചു പോയപ്പോൾ അതിനോടുള്ള ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള ആ വിഷമവും കരച്ചിലും ഒരിക്കലും കരയില്ല എന്നും പറഞ്ഞു പോയ സായി അവസാനം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കരയേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അത്രത്തോളം ഉണ്ട് പുള്ളീൻ്റെ ആ പട്ടികളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അത് സ്നേഹയ്ക്ക് വരെയും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ സായി ഇങ്ങനെ കരയാറില്ലല്ലോ, കരയാത്ത ആളാണല്ലോ എന്നുള്ള രീതിയിൽ ആണ് സ്നേഹ വരെയും അവിടെ പെരുമാറിയത്. എന്നിരുന്നാലും സംഭവം പുറത്തിറങ്ങി കഴിയുമ്പം സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ചാനൽ കൂട്ടിയിട്ട് ചിലപ്പം ഒരു ആത്മീയതയിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് ബിഗ് ബോസ് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ, ഒരാളുടെ അല്ല ഒരുപാട് ജീവിതങ്ങൾ ഇതേപോലെ നന്നായിട്ടുണ്ട്. നാദിറ മെഹറിനുണ്ട്, ഇപ്പോൾ അഭിഷേകിൻ്റെ, അതേപോലെ തന്നെ ഇപ്പോൾ സായി വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വരെ അത് കത്തിച്ചെടുക്കും എന്നും പറഞ്ഞിട്ട് പോയ ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ, അതിങ്ങനെ ആ ഒരു ഏകാന്തതയിലേക്ക് ചെല്ലുമ്പോഴത്തേനും മനുഷ്യന്മാർ ഒരുപാട് മാറും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സായിൻ്റെത്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഫോൺ ഒഴിവായപ്പോൾ തന്നെ പകുതി പുള്ളി ഓക്കെ ആയി. അപ്പോഴത്തേക്കും പുള്ളിക്ക് പല പല ചിന്തകൾ, കാരണം അതിൽ സ്നേഹ തന്നെ പറയുന്നുണ്ട് ഫുൾ ടൈം ഫോണിലാണ് സായി എന്നുള്ളത്. അത് കാരണം വെച്ചാൽ ഈ ഓരോ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ നോക്കാണ്ട് പരിപാടി നടക്കുമല്ലോ, അതായിരുന്നുള്ള പുള്ളീൻ്റെ പണി. അപ്പം ഈ ഫോൺ ഒഴിവായപ്പോൾ തന്നെ സായി ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും നാളും നാട്ടുകാരെ മൊത്തം പൊങ്കാല ഇട്ട സായി ഇനി ആത്മീയതയുടെ വരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി എന്താണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടറിയേണ്ട ഒരു കാര്യം. ചിലപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും പഴയ സായി ആവുമോ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ആവുമോ എന്നറിയില്ല. എന്നിരുന്നാലും സംഭവം കളറായിട്ടുണ്ട്. പുള്ളി ശരിക്കും ഒരു പാവം ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡോട് മനസ്സിലായി. പക്ഷെ എന്നാലും സായി ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഡീൽ ചെയ്ത ഒരാളാണ്. കുറേ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവരും ഉപദേശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണ് പുള്ളി പുറത്ത് വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നത് എന്നറിയുമ്പം അതുമാത്രം നമുക്കൊരു ചെറിയൊരിത് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളി നന്നായല്ലോ. പുള്ളീൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വിശാലത എല്ലാവരും അറിഞ്ഞല്ലോ. ഏതായാലും പുറത്തിറങ്ങി കഴിയുമ്പം സായി കൃഷ്ണയാണോ സീക്രട്ട് ഏജൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.